നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഐക്യ മഹിളാ സംഘം നേതൃത്വത്തിൽ തൊടുപുഴയിൽ വനിതാ റാലിയും സമ്മേളനവും നടത്തി. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലും വനിതാ ദിനം ആഘോഷിച്ചു. കരിങ്കുന്നം ഫാർമേഴ്സ് ക്ലബിന്റെയും വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ആർ അമലോർ പവനാഥൻ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കേരള ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ പ്രതിനിധി സമ്മേളനം നടന്നു. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെമിനാറും കൌൺസിൽ യോഗവും നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വ്യായാമം ശീലമാക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. RSPBയുടെ മഹിളാ സംഘടനയായ ഐക്യ മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വനിതാ റാലിയും പൊതുസമ്മേളനവും നടത്തി. കരിമ്പാറ കൂട്ടങ്ങളെ പച്ച നിരത്തി മണ്ണാക്കിയ മണ്ണിൽ മരുതകം വിളയിക്കുന്ന കർഷകരുടെ കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും കൂലിവേലക്കാരുടെയും മറ്റു തൊഴിലാളികളുടെയും എല്ലാം അവകാശ പോരാട്ടങ്ങളിൽ എക്കാലം ചോടും ചോടും കരുത്തപ്പാകും നൽകി സമ്മേളനം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൽ നമ്മുടേതായിട്ടുള്ള മാന്യമായ പദവി നിങ്ങൾക്ക് ഒക്കെ തന്നെ ഒട്ടേറെ ആൾക്കാരെ കുടുംബശ്രീ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. NREG തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള വനിതകളൊക്കെ അനവധിയായിട്ടുള്ള വനിതകളുടെ മുമ്പിലുണ്ട്. ഓരോ കാലഘട്ടത്തിൽ പഴമയുടെ കാലഘട്ടത്തിൽ സ്ത്രീ അനുഭവിച്ചിരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക സമൂഹത്തിലെ സ്ത്രീ ഇപ്പോൾ ഏത് പദവിയിലാണ് എന്ന് ചോദിച്ചു വളരെ ചർച്ചാവിഷയമാക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. സ്ത്രീകൾ നമ്മുടെ സമസ്ത മേഖലകളിലും തങ്ങളുടേതായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്താണെങ്കിൽ പോലും മറുവശം സ്ത്രീക്ക് സുരക്ഷ, അതായത് സ്ത്രീയുടേതായിട്ടുള്ള സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി യത്നിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെ മറുവശമുണ്ട്. നമുക്കറിയാം, അനവധിയായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ, ഒട്ടേറെ അസ്വസ്ഥജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള കാര്യം. ഇന്ത്യൻ സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഐക്യ മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ശാന്തി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. RSPB ജില്ലാ സെക്രട്ടറി G ബേബി, സംസ്ഥാന നേതാക്കളായ സെബാസ്റ്റ്യൻ, K ഗോപിനാഥൻ നായർ, TJ വർക്കി, G വർഗീസ്, VS അബ്ബാസ്, ആൽബർട്ട്, MP ഷംസുദ്ദീൻ, ഗോപാലകൃഷ്ണൻ നായർ, പൊന്നമ്മ തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. തൊടുപുഴ റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ മേലുള്ള അതിക്രമങ്ങളും ക്രൂരതയും ഇന്ന് വളരെ അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. കാര്യം സർക്കാരും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ
വനിതകളുടെ മേലുള്ള അതിക്രമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുകയും നടപടികളുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വിവാഹമില്ല. നമുക്കറിയാം, ഓരോ ദിവസവും പത്രങ്ങളെടുത്ത് വായിക്കുമ്പോൾ അതിലൊക്കെ കാണാൻ കഴിയുന്നത് വനിതകളെ ആക്രമിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒറ്റ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ എത്രമാത്രം പ്രചരണങ്ങളും നടപടികളും. ലീല മജോസ് അധ്യക്ഷത വഹിച്ചു. നൈറ്റ് സി കുര്യാക്കോസ്, ഷീജ ജയൻ, NI ബെന്നി, PN രാജീവൻ, KV സിദ്ധാർത്ഥൻ, താജ്മോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചോദ്യപേപ്പർ വിവാദത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുക, പ്രൊഫസർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, മാനേജ്മെന്റിന്റെ അനീതിക്കെതിരെ പ്രതികരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ വാഴപ്പള്ളി സ്വദേശി ഓട്ടോ ഡ്രൈവർ ഷാജി പ്രതിഷേധ ഉപവാസ മാർച്ച് നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നും കോതമംഗലം ബിഷപ്പ് ഹൌസിലേക്കാണ് കരിങ്കൊടിയും ആവശ്യങ്ങളും ഉന്നയിച്ചുള്ള ഫ്ലെക്സുമായി ഷാജി നടന്നു നീങ്ങിയത്. ബിഷപ്പിനെ നേരിൽ കണ്ട് തുറന്ന കത്ത് നൽകുന്നതിനായിരുന്നു മാർച്ച്. ചോദ്യപേപ്പർ വിവാദത്തിൽ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിന് കോടതി ചോദ്യത്തിൽ മതം നിന്നയില്ല എന്നും പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ മാനേജ്മെൻറ്റ് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിൻ്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധ ഉപവാസ മാർച്ച് കോതമംഗലം ബിഷപ്പ് ഹൗസിലേക്കാണ്. ഇതിനിടയിൽ ജനശ്രദ്ധ കൊണ്ടുവരാനാണ് എൻ്റെ ഈ പ്രതിഷേധ ഉപവാസ മാർച്ച്. ന്യൂമാൻ കോളേജിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന പ്രതിമാസ പ്രഭാഷണത്തിന്റെ ഭാഗമായി ഹാം റേഡിയോ എന്ന വിഷയത്തിൽ ഹാം റേഡിയോ പ്രവർത്തകനായ പ്രൊഫസർ MR ബോസ് പ്രഭാഷണം നടത്തി. ഇതോടനുബന്ധിച്ച് ഹാം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ച് പ്രവർത്തനം വിശദീകരിച്ചു. ആദ്യമായിട്ട് അമച്ചർ റേഡിയോ ട്രാൻസ്മിഷൻ നടത്തിയ 3 പേരാണ് ആൽബർട്ടസ് ഹൈമാൻ, ബോബ് ആൽമി ആൻഡ് ടൂഗി മുറൈ. ഇവരുടെ പേരിന്റെ മുകളിൽ ആദ്യത്തെ 2 അക്ഷരം ചെയ്തിട്ടൊരു പേര് ഉണ്ടാക്കി, HYALMY. അത് HYALMU എന്ന് പറഞ്ഞൊരു ഷിപ്പിന് പേരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ രണ്ടിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ചെയ്യുന്നുണ്ട്. അവസാനം ഈ പേര് അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായി HAM ചുരുക്കി. ഇതാണ് ഇതിന്റെ കഥ. ഒരു ടെർമിനോളജി ഉണ്ട്. ഹെഡ്സർ, ആംസ്ട്രോങ്, മാർക്കോണി എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രമിച്ചവരാണ്. അപ്പൊ അവരുടെ ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു ടെർമിനോളജി കൂടി ഇതിലുണ്ട്. അപ്പൊ ഹാംസ് എന്നുള്ള പേര് എങ്ങനെ വന്നു? കമ്മ്യൂണിക്കേഷന് വേണ്ടി റേഡിയോ ട്രാൻസ്മിറ്റർ റിസീവറും കൂടിയ കോമ്പിനേഷൻ പറഞ്ഞ പേരാണ് ട്രാൻസിവേഴ്സ്. ട്രാൻസിവേഴ്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ്, അതർവൈസ് കോൾഡ് ആസ് ഹാംസ്. ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലുണ്ടായിരിക്കുമല്ലോ. വിവിധങ്ങളായ വയർലെസ് സെറ്റുകൾ, ആന്റിനകൾ, ടെലിഗ്രാഫ് എന്നിവയുടെ പ്രദർശനവും നടന്നു. കരിങ്കുന്നം ഫാർമേഴ്സ് ക്ലബിന്റെയും വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ R. അമലോർ പവനാഥൻ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. Better price for the farmers is also imbibing better technology for production and getting various assistance from the government and NABARD. It is the people's initiatives like this that can really bring benefits to the people, because NABARD is an organization at the national level. At the most we work at the state level, and we are lucky to have a district office here, because we have only 8 district offices in Kerala. So you are lucky to have a dynamic officer like Viva Pillai here. She takes also interest every day. She is spending up to evening talking to many of you here. Because of such nice good people. പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു.
ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജോയി കുര്യാക്കോസ്, ദീപ എസ് പിള്ള, പ്രൊഫസർ കെ എ ആന്റണി, ഫാദർ ജോർജ് കാഞ്ഞിരംകൊമ്പിൽ, ഫാദർ സാബു മാലിത്തുരുത്തേൽ, മാത്യു സ്റ്റീഫൻ XMLA, തമ്പി മാനുങ്കൽ, ഏലിക്കുട്ടി മാണി, സിറിയക് ജോസ്, ബാസ്റ്റ്യൻ ലിറ്റോ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ 35ാം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് രാജ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമസഭകൾ നടന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിലാണ്. അപ്പോൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പ്രതിനിധീകരിച്ച് അവിടെ നടക്കുന്ന ചർച്ചകൾ മിനിറ്റ് രേഖപ്പെടുത്താനായിട്ടാണ് നമ്മുടെ ജീവനക്കാരെ കോർഡിനേറ്റർമാരായിരുന്നത്. അപ്പോൾ കോർഡിനേറ്ററായി വിട്ടുകിട്ടപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ അതിൽ പോകാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ അജണ്ട അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഗ്രാമസഭയുടെ മൊത്തം വോട്ടിംഗ് ആണ്. ആ ഗ്രാമസഭയുടെ മൊത്തം വോട്ടേഴ്സിന്റെ 10% അവിടുത്തെ കോറം. ആ കോറം തികഞ്ഞിട്ടുണ്ടോ ആ കോറം അനുസരിച്ചുള്ള ഗ്രാമസഭയാണ് അവിടെ നടക്കുന്നത്. അവിടെ വിവിധ തരത്തിലുള്ള ഇപ്പോൾ കാർഷികം, അതുപോലെ തന്നെ PWD, ജില്ലാ പ്രസിഡന്റ് ജിജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CG ഗിരീഷ് കുമാർ, PM സിദ്ദിഖ്, PM നിഷാദ്, PH സെയ്ദ് മുഹമ്മദ്, MB ബിജു, A അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കദളിക്കാട് വിമലമാതാ പള്ളിയിൽ ഏകദിന ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും നടത്തി. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ മാത്യു തടത്തിൽ കൺവെൻഷനും ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകി. വിവിധ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. നിൽക്കാൻ പറ്റാതിരുന്ന ആളുടെ വേദന കർത്താവ് എടുത്തു മാറ്റി എന്ന് അങ്ങനെ അറിയാൻ പറ്റും. 3 മിനിറ്റ് ആവുമ്പോൾ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? 5 മിനിറ്റ് ആവുമ്പോൾ ഇരുന്ന് നോക്കിയാൽ പറ്റുമോ? 10 മിനിറ്റ് ആവുമ്പോൾ ഇരിക്കും നോക്കിയാൽ പറ്റുമോ? കുറച്ച് സമയമായിട്ട് നിന്ന് നോക്കിയിട്ടും പഴയതുപോലെ എന്തില്ല, വേദനയില്ല, പഴയതുപോലെ ശരീരത്തിൽ ആ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈശോ തന്ന സൗഖ്യം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് കർത്താവിന്റെ തിരുമുമ്പിലേക്ക് ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും ആകുലതകളും ഉത്കണ്ഠകളും ഭയം, നിരാശ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഐക്യ മഹിളാ സംഘം നേതൃത്വത്തിൽ തൊടുപുഴയിൽ വനിതാ റാലിയും സമ്മേളനവും നടത്തി. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലും വനിതാ ദിനം ആഘോഷിച്ചു. കരിങ്കുന്നം ഫാർമേഴ്സ് ക്ലബിന്റെയും വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ആർ അമലോർ പവനാഥൻ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കേരള ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ പ്രതിനിധി സമ്മേളനം നടന്നു. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാറും കൗൺസിൽ യോഗവും നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വ്യായാമം ശീലമാക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.